ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗത്തിൽ അക്രമ രാഷ്ട്രീയം ഉന്നയിച്ച് CPM-നെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. കേരളത്തിൽ അക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്കൊപ്പം രാജ്യം മുഴുവനുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അക്രമമല്ല, ആശയ സംവാദമാണ് വേണ്ടത്. മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായി കാണുന്നതിന് പകരം നമ്മളിൽ ഒരാളായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആശയപരമായ തർക്കങ്ങളെ അക്രമത്തിന്റെ തലങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലെ രക്തസാക്ഷികളായ BJP കുടുംബങ്ങൾക്കൊപ്പം രാജ്യം മുഴുവനുമുണ്ട്. കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് ദേശീയ തലത്തിൽ സംവാദം നടത്തുമെന്നും മോദി പറഞ്ഞു. इंटेलेक्चुअल्स को बुलाएं, विचार विमर्श करें, क्या हुआ है। पूरा देश केरल के साथ खड़ा होना चाहिए. केरल के कार्यकर्ताओं ने तपस्या की है, बलिदान दिए. ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാനുള്ള ഗരീബ് കല്യാൺ പദ്ധതികൾ BJP ഭരിക്കുന്നിടത്തെല്ലാം നടപ്പാക്കും. മുസ്ലിങ്ങളെ തിരസ്കരിക്കുകയല്ല, പരിഷ്കരിക്കുകയാണ് വേണ്ടത്. ആരെയും ആക്ഷേപിച്ചകറ്റുന്നത് ദീൻദയാൽ സ്മരണയ്ക്ക് ചേർന്നതല്ലെന്നും മോദി ഓർമ്മിപ്പിച്ചു. मुसलमानों को न पुरस्कृत करें और न ही उनको तिरस्कृत करें, बल्कि उनका परिष्कार करें. 55 രാജ്യങ്ങൾ ഒപ്പുവെച്ച പാരീസ് ഉടമ്പടിയിൽ ഗാന്ധി ജയന്തി നാളിൽ ഇന്ത്യയും ഭാഗഭാക്കാകുമെന്നും മോദി പറഞ്ഞു. കാർബണിന്റെ പുറന്തള്ളലിന്റെ നിരക്ക് നിയന്ത്രിക്കാനുള്ളതാണ് ഉടമ്പടി. भारत COP21 के जो निर्णय किए गए हैं, जिसमें भारत ने अपनी जो जिम्मेवारी उठाने का फैसला किया है, उसको हम 2 अक्टूबर को रेटिफाई करेंगे, क्योंकि महात्मा गांधी का जीवन मिनिमम कार्बन फुटप्रिंट वाला जीवन था. സാമൂഹിക അസന്തുലിതാവസ്ഥ പരിഹരിക്കണമെന്ന വാക്കുകളിലൂടെ ശേഷിക്കുന്ന ഭരണവർഷങ്ങളിലേക്കുള്ള കർമ്മപദ്ധതി കൂടി പ്രഖ്യാപിക്കുകയായിരുന്നു കോഴിക്കോട്ട് നരേന്ദ്രമോദി. കോഴിക്കോട്ട് നിന്നും ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്. 5 സംസ്ഥാനങ്ങളിലേക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് BJP ദേശീയ കൗൺസിൽ കോഴിക്കോട്ട് സമാപിച്ചു. ദളിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള പദ്ധതികൾക്കാണ് യോഗം രൂപം നൽകിയത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും തീരുമാനമായി. CPM അതിക്രമങ്ങളെ സമ്മേളനം അപലപിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗോവ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ സാധാരണക്കാരെയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും ഒപ്പം നിർത്തി വിജയം നേടാനുള്ള തന്ത്രങ്ങൾക്ക് കോഴിക്കോട് ദേശീയ കൗൺസിൽ രൂപം നൽകി. പാർട്ടിയും കേന്ദ്ര സർക്കാരും സാധാരണക്കാർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു രാഷ്ട്രീയ പ്രമേയം. പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും ആരോഗ്യ പദ്ധതിയും ഇൻഷുറൻസും ക്ഷേമ പരിപാടികളും നടപ്പാക്കാൻ പ്രമേയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. जिनके पास रहने के लिए मकान नहीं है, खाने के लिए रोटी नहीं है, जिनके शरीर पर कपड़ा नहीं है, ऐसे दरिद्र नारायण को हम भगवान माने और हम निरंतर उसकी सेवा करते रहे. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അടിത്തറ ഒരുക്കൽ കൂടി സമ്മേളനം ലക്ഷ്യമിടുന്നു. രാജ്യസുരക്ഷയും വികസനവും ക്ഷേമവും മാത്രം പരാമർശിക്കുന്ന പ്രമേയങ്ങളിൽ കോൺഗ്രസിനെതിരെ പോലും കാര്യമായ രാഷ്ട്രീയ വിമർശനങ്ങളില്ലെന്നതും ശ്രദ്ധേയമാണ്. രാവിലെ പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടെ തുടക്കമായ സമ്മേളനം കേരളത്തിലെ CPM അക്രമത്തെയും അപലപിച്ചു. കണ്ണൂരിലുൾപ്പെടെ കൊല ചെയ്യപ്പെട്ട പ്രവർത്തകരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ സ്മരണിക പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി സ്ഥാനാർത്ഥി പാനൽ തയ്യാറാക്കാൻ കേരള ഘടകത്തിനും നിർദ്ദേശമുണ്ട്. കമ്മ്യൂണിസത്തിനും മുതലാളിത്തത്തിനും ബദലായി ഏകാത്മ മാനവ ദർശനം പ്രചരിപ്പിക്കാനാണ് തീരുമാനം. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുള്ള പ്രമേയങ്ങളാണ് കോഴിക്കോട് ദേശീയ കൗൺസിലിൽ അവതരിപ്പിച്ചത്. ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങൾക്കായി പാർട്ടി വാതിൽ തുറന്നിടുന്നു. കോഴിക്കോട് നിന്നും രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്. തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപീകരിക്കാനുള്ള രാഷ്ട്രീയ പരിസരമൊരുക്കാൻ BJPക്ക് സാധിച്ചു. കോഴിക്കോട് സമ്മേളനത്തിൽ ഊന്നൽ നൽകിയ ഏകാത്മ മാനവ ദർശനം പ്രായോഗിക തലത്തിൽ സാധ്യമാണോ? കോൺഗ്രസിനെ അവഗണിച്ചുള്ള ദേശീയ കൗൺസിൽ തന്ത്രം എന്തിനു വേണ്ടിയായിരുന്നു? കേരളത്തിൽ മുന്നണി വിപുലീകരണത്തിന് തടസ്സമാകുന്നത് എന്തൊക്കെയാണ്? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. BJP വക്താവ് JR പത്മകുമാർ, MB രാജേഷ് MP, കോൺഗ്രസ് നേതാവ് M ലിജു എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുന്നു. ഒപ്പം BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി ടെലിഫോൺ ലൈനിലും. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.